തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി നടപടിയിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണമാണ് ഇത്. ഈ ഒരു നടപടി ദൗർഭാഗ്യകരമെന്നാണ് ഹിന്ദു ഐക്യവേദി പ്രതികരിച്ചിരിക്കുന്നത്. ആന എഴുന്നള്ളത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കോടതി വിധി വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം. കോടതി നടപടിയെ ഹിന്ദു ഐക്യവേദി ശക്തമായി എതിർക്കുന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. കോടതി ലക്ഷ്യം പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യത്തിൽ മാത്രമാണെന്ന നിലപാട് അംഗീകരിക്കാനാവില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം അങ്ങേറ്റം ദൗർഭാഗ്യകരമായി പോയി. വൃശ്ചികോത്സവത്തിൽ ആന എഴുന്നള്ളിപ്പ് നടത്തിയതിനെ സംബന്ധിച്ച് കോടതിയുടെ ഗൈഡ് ലൈൻസ് പാലിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോടതി ദേവസ്വം ജീവനക്കാർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് കോടതിയുടെ വിശ്വാസത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ആനയെഴുന്നള്ളിപ്പും ആനപ്പുറത്തുള്ള തിടമ്പെഴുന്നള്ളിപ്പും ഒക്കെ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആചാരങ്ങൾക്ക് മേലാണ് കോടതി കടിഞ്ഞാണിട്ടിരിക്കുന്നത്. അത് ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിന് വഴിവെച്ചപ്പോൾ തൃപ്പൂണിത്തുറയിലെ ക്ഷേത്ര ഭാരവാഹികൾ, ക്ഷേത്ര ദേവസ്വം ഭാരവാഹികൾ ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവര് പഴയ പോലെ തന്നെ ആനകളെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടത്തുകയുണ്ടായി. അതിൽ രോഷം കൊണ്ടുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഈ പറഞ്ഞ രീതിയിൽ അവർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിച്ചത്. ദേവസ്വം ജീവനക്കാരെ ഈ കാര്യത്തിൽ കോടതിയുടെ നിബന്ധനകൾ, ഉത്തരവ് പാലിക്കാതിരുന്നതിനെ സംബന്ധിച്ച് കോടതി മുമ്പാകെ മാപ്പപേക്ഷ നൽകിയെങ്കിലും ആ മാപ്പ് സ്വീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. ഈ കാര്യത്തിലൊക്കെ കോടതി സമൂഹത്തിന്റെ മനസ്സ് വായിക്കാതെയാണ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സമൂഹത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം കേവലം ചില നിയമങ്ങളുടെ ബലത്തിൽ നിരോധിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. അതുകൊണ്ട് കോടതിയുടെ ഈ നടപടിയെ ശക്തമായിട്ട് ഹൈന്ദവ സംഘടനകൾ എതിർക്കുകയാണ്. ഇവിടെ കോടതിക്ക് ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ആവേശം നമ്മൾ മറ്റു പല മതസമൂഹങ്ങളുടെ കാര്യത്തിലും കാണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പൊതുസമൂഹത്തിനുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു വിധി നിലവിലുണ്ട്. ആ വിധി നമ്മുടെ പള്ളി സംബന്ധമായിട്ടുള്ള വിധിയാണ്. ഓർത്തഡോക്സ് യാക്കോബിറ്റ് പള്ളി സംബന്ധമായ ആ വിധി അത് നടപ്പാക്കുന്നതിൽ കേരളത്തിന് ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിക്കും അതിന് കാര്യത്തിൽ ഒരു വിഷമവുമില്ല. പരമോന്നത നീതിന്യായപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാതെ കേരള ഹൈക്കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആ വിധി നടപ്പാക്കുന്നതിൽ കേരള സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ആ വിധിയെ ശക്തമായി എതിർത്തുകൊണ്ട് അതാത് സമുദായങ്ങൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പല പള്ളി പിടിച്ചടക്കുന്നതിനും എതിരായിട്ട് വിശ്വാസികൾ രംഗത്ത് വന്നു. ഒരു കോടതി അലക്ഷ്യ നടപടിയും വിശ്വാസികൾക്കെതിരായിട്ട് കോടതി എടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല. പുരോഹിതന്മാർക്കെതിരായിട്ട് എടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ കോടതി അലക്ഷ്യം എന്ന് പറയുമ്പോൾ അതിൽ ചില പ്രത്യേക മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വരുന്നതും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് കോടതിയുടെ ഈ നിലപാട് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. ഇത്തരം നടപടികളിൽ നിന്ന് കോടതികളും സർക്കാരും ഒക്കെ പിൻവലിയണം എന്നാണ് ഹിന്ദു ഐക്യവേദി ശക്തമായി ആവശ്യപ്പെടുന്നത്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ഈ പൂരപ്രതിസന്ധിയെ തുടർന്ന് ഈ ആന എഴുന്നള്ളത്ത് നിയന്ത്രണങ്ങളൊക്കെ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും പങ്കുവയ്ക്കുന്നത്. അതെ അനു, ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ കോടതി കടന്നു കയറുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് നിലവിലുള്ളത്. അത് ഭക്തർക്കിടയിലും ആ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മാർഗനിർദ്ദേശം പുറത്തിറക്കിയ ഒരു സാഹചര്യമാണ് ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം ആരംഭിച്ചു. അവിടെ ആന എഴുന്നള്ളത്തിൽ മാർഗനിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കും ണമെന്നുള്ള ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് ക്ഷേത്രം ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇളവ് ആവശ്യപ്പെട്ടെങ്കിലും അത് കോടതി അംഗീകരിച്ചില്ല. മറിച്ച് ഈ മാർഗരേഖ കൃത്യമായിട്ട് നടപ്പാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഇതേ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തുടർന്ന് ഈ ഉത്സവം നടക്കുകയും ചെയ്തു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മാർഗരേഖ പാലിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളായിരുന്നു അവിടെ പൂർത്തീകരിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ അകലം പാലിച്ചുകൊണ്ട് ആനകളെ അണിനിർത്തുകയൊക്കെ ചെയ്തിരുന്നു. സാധാരണഗതിയിൽ
എന്ന് മാത്രമല്ല പതിറ്റാണ്ടുകളായിട്ട് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് ആനക്കൊട്ടിലിൽ തന്നെയാണ്. അത് ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. പക്ഷേ 15 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പെന്നാണ് ആ ഒരു ചടങ്ങിനെ പറയുന്നത്. ഈ ഒരു മാർഗരേഖ പുറത്തിറങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ, അത് പാലിക്കേണ്ടതിന്റെ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചടങ്ങ് പോലും മറ്റൊരു രീതിയിൽ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. 2 രീതിയിൽ, അതായത് ഒരു 2 വരിയായിട്ട് ആനകളെ നിർത്തിക്കൊണ്ട് 9 എണ്ണം ആനകളെ ഒരു വരിയിലും 6 എണ്ണം ആനകളെ മറ്റൊരു വരിയിലും നിർത്തി പുറത്ത് വെച്ചിട്ട് ഈ എഴുന്നള്ളിപ്പ് നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്തർക്കിടയിൽ ഉണ്ടായി. കാരണം പതിറ്റാണ്ടുകളായിട്ട് അവിടെ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ചടങ്ങാണ്. പക്ഷെ അത് പെട്ടെന്നൊരു കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ ഭക്തരെ സംബന്ധിച്ച് ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് അവിടെ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ എന്നിരുന്നാലും അവിടെ ഉത്സവത്തിന്റെ ആ ഒരു ചടങ്ങിൽ കോടതിയുടെ ഉത്തരവ് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായില്ല. പക്ഷേ തൃക്കേട്ട എഴുന്നള്ളിപ്പ് ആ ഒരു സമയത്ത് മഴ പെയ്യുകയും തുടർന്ന് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് ആളുകൾ അധികം കൂടുതലുണ്ട്, തിരക്ക് കൂടുതലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആനകളും കൂടി അവിടെ നിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാകുമെന്ന് ദേവസ്വം ഭാരവാഹികൾക്ക് തോന്നി. തുടർന്നാണ് ആനക്കൊട്ടിലേക്ക് ആനകളെ മാറ്റിയത്. ആ സമയത്ത് ഈ അകലം പാലിക്കാൻ സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയലക്ഷ്യ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. അന്ന് വനം വകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ദേവസ്വം ഓഫീസർക്കെതിരെ, മറ്റ് ഭാരവാഹികൾക്കെതിരെയൊക്കെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അത് ഈ അകലം 3 മീറ്റർ അകലം, 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ മാർഗരേഖ. ഇത് ലംഘിക്കപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് കേസെടുത്തത്. ഇപ്പോൾ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വലിയ രീതിയിലുള്ള വിമർശനമാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസർക്ക് ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അദ്ദേഹം നേരിട്ട് ഹാജരായ വേളയിൽ ഹൈക്കോടതി നിശ്ചിത ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നേരത്തെ തന്നെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ അദ്ദേഹം നിരുപാധികം മാപ്പപേക്ഷിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നേരത്തെ അതായത് ഈ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റു ദിവസങ്ങളിലൊക്കെ ഈ മാർഗരേഖ പാലിച്ചുകൊണ്ട് തന്നെയാണ് ചടങ്ങുകളൊക്കെ നടത്തിയത്, ആന എഴുന്നള്ളിപ്പ് അടക്കം നടത്തിയത്. പക്ഷേ ആ ഒരു തൃക്കേട്ട എഴുന്നള്ളിപ്പിന്റെ അന്ന് മാത്രമാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത്. വീഴ്ചയല്ല, ഭക്തരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു അപകടം ഉണ്ടാകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഈ ആനകളെ പന്തലിലേക്ക് മാറ്റിയത്. അവിടെ അകലം പാലിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ താൻ നിരുപാധികം മാപ്പപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ദേവസ്വം ഓഫീസറായിട്ടുള്ള രഘുരാമന്റെ സത്യവാങ്മൂലം. പക്ഷേ ഈ സത്യവാങ്മൂലം യാതൊരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ആദ്യഘട്ടം മുതലേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. ആ സത്യവാങ്മൂലം തള്ളുകയും ഒപ്പം തന്നെ ദേവസ്വം ഓഫീസർക്കെതിരെ, മറ്റ് ഭാരവാഹികൾക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 ആഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മറുപടി പറയാനുള്ളത്, അതൊരു വിശദീകരണ കുറിപ്പായിട്ട് ഹൈക്കോടതിയിൽ നൽകണം. ജനുവരി 9 പ്രസ്തുത കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് കോടതി പറഞ്ഞത്, ഈ ഹൈക്കോടതി എന്താണോ മാർഗരേഖ ഇറക്കിയിട്ടുള്ളത് അത് പാലിക്കാൻ ഈ പറയുന്ന ക്ഷേത്രം ഭാരവാഹികൾ ബാധ്യസ്ഥരാണ്. ഭക്തരുടെ ഈ ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞാൽ കോടതി ഉത്തരവ് പാലിക്കപ്പെടാതിരിക്കുമോ അല്ലെങ്കിൽ പാലിക്കാതിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. രേഷ്മ, അവിടെയാണ് ഒരു കാര്യം കൂടെ പറയേണ്ടത്. കാരണം ആനയെഴുന്നള്ളിപ്പ് ആയിക്കോട്ടെ, തൃശ്ശൂർ പൂരം ആയിക്കോട്ടെ, നമ്മുടെ ഈ ഹൈന്ദവ സംഘടനകളും ഒപ്പം ഭക്തരും പറയുന്ന ഒരു കാര്യം, സർക്കാർ ഇതിലൊരു നിയമനിർമ്മാണം നടത്തണമെന്നുള്ളൊരാവശ്യമാണ്. പക്ഷേ സർക്കാർ ഇതിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഭക്തരെ ദ്രോഹിക്കുന്ന നിലപാടുകൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു സൈഡിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വിഷയങ്ങളൊക്കെ വരുന്നു, കോടതിയിലേക്ക് അത് പോകുന്നു, കോടതി കർശന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോഴും സർക്കാർ മൗനം പാലിക്കുന്ന നിലപാടിലേക്ക് തന്നെയല്ലേ പോകുന്നത്? രജനി, നേരത്തെ നമുക്കറിയാം തൃശ്ശൂരിൽ നിന്ന് പൂരപ്രേമികൾ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളത്. കാരണം ഇനി ഹൈക്കോടതി മാർഗരേഖ ഇറക്കിയ ഒരു സാഹചര്യത്തിൽ ഇനി സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് മറ്റ് നിയമ പോരാട്ടത്തിലേക്ക് കടക്കണം. എന്തായാലും അതിനൊക്കെ കുറച്ച് സാവകാശം വേണ്ടിവരും. പക്ഷെ അതുവരെ ഉള്ള ഉത്സവങ്ങൾ, മറ്റ് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, ആന എഴുന്നള്ളിപ്പ്, അതൊരു അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. പ്രത്യേകിച്ച് ആ മാർഗരേഖ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകല പരിധി മാത്രമല്ല, മറിച്ച് ഈ സമയക്രമം സംബന്ധിച്ച് ആന എഴുന്നള്ളിപ്പിലെ സമയക്രമം അത് പൊതു നിരത്തിൽ 9 മണിക്ക് ശേഷം ആന എഴുന്നള്ളിപ്പ് പാടില്ല എന്നുള്ള ആ ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പല ക്ഷേത്രങ്ങളിലും നടപ്പിലാകുന്ന ഒന്നല്ല. കാരണം 11 മണിക്ക് ശേഷവും 12 മണിക്ക് ശേഷവും ഒക്കെ തന്നെ എഴുന്നള്ളിപ്പ് നടത്തുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. അതിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിഘ്നം സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് പൂരപ്രേമി സംഘം ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയത്.
ഈ ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഈ കേസ് പരിഗണിച്ച സമയത്ത് മറ്റൊരു പരാമർശം നടത്തിയ ഒരു സാഹചര്യമുണ്ട്. അതായത് ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള മതാചാരമല്ല എന്നുള്ളൊരു പരാമർശം, അതിനെതിരെ പോലും ഭക്തർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. കാരണം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് പല ക്ഷേത്രങ്ങളിലും ആന എഴുന്നള്ളിപ്പ് ആചാരത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതൊരു അനിവാര്യമായിട്ടുള്ള മതാചാരമല്ലെന്ന് ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ മതാചാരങ്ങളിൽ മേലുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അവകാശമുണ്ട് ഭക്തർക്ക്. അത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം മറ്റ് മതങ്ങൾക്ക് നേരെ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഈ ഹൈന്ദവ സമൂഹത്തിന് എതിരെ എടുക്കുന്ന ഒരു ആവേശം എന്തുകൊണ്ട് മറ്റു മതങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, എത്രയോ കേസുകളിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും ഈ പറഞ്ഞ നീതിന്യായ വ്യവസ്ഥ മൗനം പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആന എഴുന്നള്ളത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു സംഗതി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അപകടം ഒഴിവാക്കേണ്ട ഒരു പശ്ചാത്തലത്തിലായിരുന്നു തൃപ്പൂണിത്തുറയിൽ ആനകളെ പന്തലിലേക്ക് മാറ്റിയത്. അതിൽ ആ സത്യവാങ്മൂലം കൂടി ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഹൈക്കോടതി ഏതായാലും ഒരു മതവിഭാഗത്തെ മാത്രം, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള കോടതി നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. നമുക്ക് വരുന്ന പ്രതികരണങ്ങൾ ഒരുപാടുണ്ട്. ഹിന്ദുക്കൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നടക്കം പറയുന്നുണ്ട്. ഉണർന്ന് പ്രവർത്തിക്കുക തന്നെയാണ് ഹിന്ദുക്കൾ ചെയ്യുന്നത്. നമ്മൾ ശബരിമലയിലെ യുവതീ പ്രവേശന സമയം തൊട്ട് കണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഹിന്ദുക്കൾ നടത്തുന്നത്. അതിലൊരു പ്രസക്തമായ ഒരു പ്രതികരണം വായിക്കട്ടെ. ശ്രീ ശരത് കിരണിന്റെ വകയാണ്. ഹിന്ദുവിന് ഇപ്പോൾ അവന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കോടതിയിൽ പോകേണ്ട അവസ്ഥയായി ദൈവമേ എന്ന് വിലപിക്കുകയാണ്. ശരിക്കും വിശ്വാസങ്ങളും ആചാരങ്ങളും ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവനോളം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈകാരികമായി പ്രതികരണങ്ങളും സ്വാഭാവികമാണ്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇത് ഞങ്ങൾ വായിക്കുന്നുണ്ട്. തീർച്ചയായും കോടതിയും സർക്കാരും ഒക്കെ ഈ ഒരു വികാരം മാനിക്കും, കണക്കിലെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുമുള്ളത്. പ്രതീക്ഷയിലാണ് ഞങ്ങൾ.